ഹായ്, നമ്മളൊരു വീടിന് വേണ്ടി പ്ലാൻ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു പ്ലാൻ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വീടിന്റെ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എന്ന് നോക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ ഹനീത് അനുരാസിന്റെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. വീട് നിർമ്മിക്കാൻ വീടിന്റെ പ്ലാൻ 3D കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഒരു വീട് നിർമ്മിക്കാനായിട്ട് ഒരു ഡിസൈനറെ കൊണ്ട് മറ്റോ ഒരു പ്ലാൻ വരപ്പിക്കുകയാണെങ്കിൽ ഒരു പ്ലാനിന്റെ താഴെ അത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ പ്ലാൻ വരയ്ക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയർ വഴി ആ ഒരു പ്ലാനിന്റെ ഏരിയ എത്രയാണെന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു പ്ലാൻ വരയ്ക്കുകയാണെങ്കിൽ അത് എത്ര ഏരിയ വരും എന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു വീടിന്റെ പ്ലാൻ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് വരുന്നത് എങ്കിൽ നമ്മളിതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. ആദ്യമായിട്ട് രണ്ട് വശത്തിന്റെയും നീളം നമുക്ക് ഏകദേശം ഏതാണ്ടൊരു 4 മീറ്റർ ഇവിടെ കൊടുക്കാം. അതുപോലെ 2 മീറ്റർ ഇവിടെയും കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ നമ്മൾ നോക്കുമ്പോൾ 4/2 8m² ആയിട്ട് നമുക്ക് ഏരിയ കിട്ടും. ഇതിനെ നമുക്ക് സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എത്രയാണോ നമുക്ക് ഇവിടെ കിട്ടിയത് അതിനെ 10.76 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു 86 സ്ക്വയർ ഫീറ്റ് എന്ന് നമുക്ക് ഏരിയ കിട്ടും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇനി ഒരു റെഗുലർ ഷേപ്പിലുള്ള പ്ലാനുകളാണെങ്കിൽ, ഉദാഹരണത്തിന് ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ വീടിന്റെ പ്ലാനെങ്കിൽ മുന്നേ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ഈ ഒരു പ്ലാനിന്റെ ഏരിയയും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നമുക്ക് ഇതിനെ 2 റെക്റ്റാങ്കിൾ ആക്കുക. റെക്റ്റാങ്കിളോ സ്ക്വയറോ, ആദ്യത്തേത്, ഇത് രണ്ടാമത്തേത്. ഇനി ഇതിന്റെ അളവുകൾ നോക്കാം. ഈ ഒരു വശം നമുക്ക് വേണമെങ്കിൽ ഒരു 5 മീറ്റർ കൊടുക്കാം. ഇവിടെ ഒരു 4 മീറ്റർ, ഇവിടെ 2 മീറ്റർ, ഈ വശവും ഒരു 2 മീറ്റർ കൊടുക്കാം. ഇനി ഇതിനെ രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ റെക്റ്റാങ്കിളിന്റെ ഏരിയ നോക്കുമ്പോൾ 5/4 20m² ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ റെക്റ്റാങ്കിൾ ഏരിയ നോക്കുക, 2/2 4m². ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യാണ്, 24m² ആണ് ആകെ ഏരിയ വന്നിട്ടുള്ളത്. നമുക്കിതിനെ സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റണം. അതിന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, 10.76 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സ്ക്വയർ ഫീറ്റിൽ കിട്ടും. അപ്പോൾ 24 × 10.76 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 258 സ്ക്വയർ ഫീറ്റ് എന്ന് നമുക്ക് ഏരിയ കിട്ടും. ഇതേ കാര്യങ്ങൾ ഇനി നമുക്ക് ഒരു പ്ലാനിൽ ചെയ്തു നോക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു പ്ലാൻ ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്ന ഒരു വീടിൻ്റെ പ്ലാനാണ്. ഈ ഒരു വശത്തിൻ്റെ നീളം വരുന്നത് 690 സെൻറ്റിമീറ്റർ എന്നാണ്. ഈ രണ്ടാമത്തെ വശം 1340 സെൻറ്റിമീറ്റർ എന്നാണ്. അതായത് 6.9 മീറ്ററും 13.4 മീറ്ററുമാണ് രണ്ട് വശങ്ങളുടെ നീളം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ എങ്ങനെയാണ് ഏരിയ കാണുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 6.9 ആണ് ഒരു സൈഡ് വരുന്നത്, അതുപോലെ 13.4. അപ്പോൾ ഈ രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 92.46 ആണ് ഈ ഒരു പ്ലാനിൻ്റെ ഏരിയ നമുക്ക് മീറ്റർ സ്ക്വയറിൽ കിട്ടുന്നത്. ഇനി ഇതിനെ സ്ക്വയർ ഫീറ്റിലേക്ക് ആക്കാനായിട്ട് 92.46നെ 10.76 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ഫീറ്റ് എത്രയാണെന്നുള്ളത് കിട്ടും. ഇവിടെ ഇപ്പോൾ 995 സ്ക്വയർ ഫീറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാനിൻ്റെ ഏരിയ 995 സ്ക്വയർ ഫീറ്റ് ആണ്. ഇത് അടുത്ത ഒരു വീടിൻ്റെ പ്ലാനാണ്. ഇത് നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിലല്ല ഈ ഒരു പ്ലാൻ വരുന്നത്, നമ്മൾ രണ്ടാമത് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്ക് ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 റെക്റ്റാങ്കിളുകളായിട്ട് ഈ ഒരു പ്ലാനിനെ നമ്മൾ മാറ്റുകയാണ്. ഇത് ആദ്യത്തെ റെക്റ്റാങ്കിൾ, അതുപോലെ ഇത് രണ്ടാമത്തെ റെക്റ്റാങ്കിളായിട്ട് മാറ്റുകയാണ്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ അളവുകൾ നോക്കുന്നത്. ഈ ഒരു വശം 11.1 മീറ്റർ ആണ് ഈ ഒരു സൈഡ് വരുന്നത്. ഈ ഒരു വശം വരുന്നത് ഇവിടെ 300 സെൻറ്റിമീറ്റർ ആണ് കിച്ചണിൻ്റെ സൈസ് വരുന്നത്. 2 ഭിത്തികൾ വരുന്നുണ്ട്, 22 സെൻറ്റിമീറ്ററിൻ്റെ 2 ഭിത്തികളാണ്. അതുകൊണ്ട് തന്നെ 344 സെൻറ്റിമീറ്റർ എന്നതാണ് ഈ ഒരു വശത്തിൻ്റെ നീളം വരുന്നത്. നമ്മൾ രണ്ടാമത്തെ റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ 8.28 മീറ്റർ ആണ് നീളം. അതുപോലെ തന്നെ ഈ ഒരു വശത്തിൻ്റെ നീളം വരുന്നത് 360 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് വരുന്നത്. അപ്പോൾ അതിൽ ഒരു എക്സ്ട്രാ വാൾ തിക്നെസ് കൂടി കൂട്ടണം. അങ്ങനെ 382 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു വശത്തിൻ്റെ നീളം വരുന്നത്. ഇനി ഇതിൻ്റെ ഏരിയ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യത്തെ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് 11.1 × 3.44 ആണ്. അപ്പോൾ നമുക്ക് 38.18 ആണ് m² ഏരിയ കിട്ടുന്നത്. അതുപോലെ രണ്ടാമത്തെ റെക്റ്റാങ്കിൾ 8.28 × 3.82 ആണ്. അപ്പോൾ നമുക്ക് 31.62 ഏരിയ m² ഏരിയ കിട്ടുന്നുണ്ട്. അങ്ങനെ ആകെ 69.8 m² ആണ് ഈ ഒരു പ്ലാനിൻ്റെ ഏരിയ വരുന്നത്. നമ്മളിതിനെ സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റുന്നതിനായിട്ട് 69.8നെ
10.76 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അങ്ങനെ നമുക്ക് 751 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു പ്ലാനിൻ്റെ ഏരിയ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ വീടിൻ്റെ പ്ലാൻ നോക്കിയിട്ട് ഏരിയ എത്ര വരുമെന്നുള്ളത് കണ്ടെത്താൻ പറ്റുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.